തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഭരണം കിട്ടി. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. ആരാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? വി.ഡി. സതീശനോ, കെ.സി. വേണുഗോപാലോ, അതോ രമേശ് ചെന്നിത്തലയോ? ജനങ്ങൾക്കിടയിൽ ഒരാൾക്ക് പിന്തുണ ഉണ്ടാകും, എം.എൽ.എമാർക്കിടയിൽ മറ്റൊരാൾക്ക് സ്വാധീനമുണ്ടാകാം. പക്ഷേ അവസാന വാക്ക് ഡൽഹിയിലാണ്. എന്താണ് ഈ ഹൈക്കമാൻഡ് മാജിക്? കോൺഗ്രസ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്? നമുക്ക് നോക്കാം. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യം വിജയിച്ച എം.എൽ.എമാർ യോഗം ചേരും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്നു എന്നൊരു ഒറ്റവരി പ്രമേയം ഇവർ പാസ്സാക്കും. അതോടെ പന്ത് ഡൽഹിയിലെത്തും. തുടർന്നാണ് നിരീക്ഷകരുടെ വരവ്. ഡൽഹിയിൽ നിന്ന് AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കേരളത്തിലെത്തിയിട്ടുള്ളത് ഇതിനാണ്. അവർ ഓരോ എം.എൽ.എമാരെയും തനിച്ചു കണ്ട് അഭിപ്രായം രഹസ്യമായി ചോദിക്കും. ഈ റിപ്പോർട്ട് AICC പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പരിശോധിച്ച് വിജയിയെ പ്രഖ്യാപിക്കും. എന്നാൽ ഈ രീതി എപ്പോഴും സുഗമമാകണമെന്നില്ല. പലപ്പോഴും പ്രാദേശിക വികാരങ്ങൾ ഹൈക്കമാൻഡ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പൊതുജനാഭിപ്രായത്തിനും MLA-മാരുടെ എണ്ണത്തിനുമുപരിയായി ഹൈക്കമാൻഡിനോടുള്ള വിശ്വസ്തതയും ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും മുഖ്യമന്ത്രി നിർണയത്തിൽ നിർണായകമാകാറുണ്ട്. 1980-ൽ മധ്യപ്രദേശിലുണ്ടായത് ഇത്തരത്തിലൊന്നാണ്. അണികളും MLA-മാരും PC സേദിയെ ആഗ്രഹിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത് അർജുൻ സിംഗിനെയാണ്. 2005-ൽ ഹരിയാനയിൽ ഭജൻലാലിന് വലിയ പിന്തുണയുണ്ടായിട്ടും ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തത് ഭൂപീന്ദർ സിംഗ് ഹുഡയെ. അന്ന് വലിയ പ്രതിഷേധങ്ങളാണ് നടന്നത്. 2018-ൽ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന് വേണ്ടി യുവാക്കൾ മുറവിളി കൂട്ടിയെങ്കിലും ഹൈക്കമാൻഡ് പോയത് അശോക് ഗെഹ്ലോട്ടിന്റെ അനുഭവ സമ്പത്തിനൊപ്പമായിരുന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് DK ശിവകുമാർ ആയിരുന്നു. BJP-യുടെ റിസോർട്ട് രാഷ്ട്രീയത്തെ സമർത്ഥമായി പൊളിച്ചടുക്കിയ DKയുടെ ഹീറോ പരിവേഷമൊന്നും പക്ഷേ ഹൈക്കമാൻഡ് പരിഗണിച്ചില്ല. സിദ്ധാരാമയ്യയും DK ശിവകുമാറും തമ്മിൽ വലിയ വടംവലി നടന്നപ്പോൾ MLA-മാർക്കിടയിലെ രഹസ്യ വോട്ടെടുപ്പും സിദ്ധാരാമയ്യയുടെ ഭരണപരിചയവും നോക്കിയാണ് ഡൽഹി തീരുമാനമെടുത്തത്. ഇപ്പോൾ കേരളത്തിലും സമാനമായ സാഹചര്യമാണ്. സതീഷിന് വേണ്ടി ഫ്ലക്സുകൾ ഉയരുന്നു, നാടൊട്ടുക്കും പ്രകടനങ്ങൾ നടക്കുന്നു. അതേസമയം ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണയും നേതാക്കളിലുള്ള പിടിപാടുമായി മറുപുറത്ത് KC ചൂടുറപ്പിക്കുന്നു. 63 കോൺഗ്രസ് MLA-മാരിൽ 48 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്നാണ് KC അവകാശപ്പെടുന്നത്. ഹൈക്കമാൻഡ് അണികളുടെ വികാരത്തിനൊപ്പം നിൽക്കുമോ, അതോ MLA-മാരുടെയും നേതാക്കളുടെയും താല്പര്യത്തിനും പരിചയ സമ്പത്തിനും ഒപ്പം പോകുമോ? V.D. സതീശനാണോ, KC വേണുഗോപാലാണോ കേരളത്തിന് അനുയോജ്യം? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.